2006 ശേഷമുള്ള വലിയ ജനരോക്ഷം കാരണമാണ് നേപ്പാളിൽ രാജ്യഭരണം മാറി ജനാധിപത്യ ഭരണം ഉണ്ടാവുന്നത്. 2008 ശേഷം പൂർണ്ണമായും നേപ്പാൾ ജനാധിപത്യ ഭരണം കൈയുറപ്പിച്ചു. എന്നാൽ 10-ൽ കൂടുതൽ പ്രാവശ്യം സർക്കാരുകൾ മാറി മാറി ജനങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ ഭരിച്ചെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു മാറ്റവും ജനങ്ങൾക്കുണ്ടായില്ല. ഇതിന്റെയൊക്കെ തുടർച്ചയാണ് നേപ്പാളിൽ ജനങ്ങൾ അധികാരമാറ്റത്തിലേക്ക് ചിന്തിക്കുന്നതും. നേപ്പാളിൽ ഇനി അങ്ങോട്ടേക്ക് രാജ്യഭരണം മതിയെന്ന് പറഞ്ഞുകൊണ്ട് നേപ്പാളിലെ ജനങ്ങൾ അവിടുത്തെ തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. ജനാധിപത്യ ഭരണത്തിലെ പല അഴിമതിയും കുതികാൽവെട്ടും അധികാര വടംവലിയും കണ്ടു ജനത്തിന് മടുത്തിരിക്കുന്നു. അവർക്കിനി അങ്ങനെയൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ ആവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേപ്പാൾ ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിർത്തലാക്കിയ രാജ്യഭരണം തുടരണം, ഹിന്ദുത്വമാക്കി മാറ്റണം എന്നിങ്ങനെ വളരെ കൃത്യമായ വാക്കുകളാണ് അവർ ഉന്നയിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ നേതാവായ KP ശർമ്മ ഓലിയുടെ ദുഷിച്ച ഭരണത്തിനെതിരെ രാജ്യത്ത് പലയിടത്തും ജനങ്ങൾ പരാമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രക്ഷോഭ അന്തരീക്ഷമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടെയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മുൻ നേപ്പാൾ രാജാവ് ജ്ഞാനേന്ദ്ര ഷായെ 10,000-കണക്കിന് ജനങ്ങൾ അന്ന് അവിടെ വരവേറ്റത്. അദ്ദേഹത്തോട് ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾക്കിനി ജനാധിപത്യ ഭരണം വേണ്ട, രാജ്യഭരണം മതിയെന്നാണ്. ഞങ്ങളുടെ രാജാവ് വരുന്നു, ഇതായിരുന്നു മുദ്രാവാക്യം. 2006-ലുണ്ടായ ജനമുന്നേറ്റത്തെ തുടർന്ന് 2008-ൽ നേപ്പാളിൽ ജനാധിപത്യ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നാരായണി ഹിറ്റി പാലസ് ഒഴിഞ്ഞ രാജാവ് ജ്ഞാനേന്ദ്ര ഷാ പിന്നീട് താമസം നാഗാർജുന പാലസിലായിരുന്നു. നേപ്പാൾ രാജാവിന്റെ പഴയ കൊട്ടാരം ഇപ്പോൾ മ്യൂസിയമാണ്. ജനമുന്നേറ്റം ശക്തമായതിനെ തുടർന്ന് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ 2 മാസത്തെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയാണ് പുതിയ പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സാഹചര്യം മുതലെടുത്തുകൊണ്ട് പാർട്ടിയുടെ തീപ്പൊരി നേതാവും സീനിയർ ഉപാധ്യക്ഷനുമായ രവീന്ദ്ര മിശ്രയുടെ വാക്കുകളിൽ ഓലി സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനവും ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ ഈ പ്രക്ഷോഭത്തിൽ ഭയന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ജനങ്ങൾ ജനാധിപത്യ ഭരണം മടുത്തിരിക്കുന്നു എന്നത് വാസ്തവവുമാണ്. ഈ നെറികെട്ട പാർട്ടികൾ അധികാരത്തിലെത്തുമ്പോൾ അവർ ഇന്ത്യയെ പൊക്കിപ്പിടിക്കുകയാണ് ചെയ്യാർ. എന്നാൽ അധികാരത്തിൽ നിന്നും പുറത്താകുമ്പോൾ ഇന്ത്യക്കെതിരെയാണ് അവരുടെ ആരോപണങ്ങൾ. ഇന്ത്യക്കെതിരെ ഇതുപോലെ പരാമർശങ്ങൾ ചൂണ്ടുന്നത് രാഷ്ട്രീയക്കാർക്ക് ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.